ദക്ഷിണേന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള നായികയാണ് നമ്മുടെ സ്വീറ്റ് ഷെട്ടിയായ അനുഷ്ക. ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ അനുഷ്കയുടെ താരമൂല്യം വല്ലാണ്ടങ്ങ് ഉയർന്നു. ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് അനുഷ്കയ്ക്കുണ്ട്. അരുന്ധതി, രുദ്രമാദേവി, ബാഹുബലിയിലെ ദേവസേന, ഏറ്റവും പുതിയ ചിത്രമായ ഭാഗ്മതിയും ഇതേ ഗണത്തിലുള്ള ചിത്രം തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രം രണ്ടാം ഊഴത്തിലും അനുഷ്ക അഭിനയിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പരക്കുന്നത്. ചിത്രത്തിൽ ദ്രൗപദിയുടെ കഥാപാത്രത്തെയാകും അനുഷ്ക അവതരിപ്പിക്കുക എന്നാണ് സൂചന. പഞ്ചപാണ്ഡവന്മാരിലെ രണ്ടാമനായ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെയാണ് മഹാഭാരതത്തെ അവതരിപ്പിക്കുന്നത്. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവൽ സിനിമയാകുമ്പോൾ ചിത്രത്തിലേക്ക് ആരൊക്കെയാണ് താരങ്ങളായി വരുന്നതെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. മഹാഭാരതത്തിലെ ശക്തമായ സ്ത്രീ കഥാപാത്രമായ ദ്രൗപദിയെയാകും അനുഷ്ക അവതരിപ്പിക്കുന്നതെന്നും സൂചനകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അനുഷ്കയെ സന്ദർശിച്ചതായിട്ടാണ് വാർത്ത. ഒരു ഇന്റർവ്യൂവിൽ അനുഷ്ക മോഹൻലാലിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്നു. ലോകത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് അഭിപ്രായപ്പെട്ട അനുഷ്ക മോഹൻലാലിന്റെ ഭീമനെ കാണാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. അനുഷ്ക രണ്ടാമൂഴത്തിലേക്ക് എത്തും എന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ ആരാധകർ നോക്കിക്കാണുന്നത്. മഹാഭാരതം പോലെ തന്നെ മലയാളത്തിൽ ആരാധകർ ഏറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ചിത്രം. മമ്മൂട്ടിക്കൊപ്പം പൃഥ്വി എത്തിയ പോക്കിരി രാജ വൻ ഹിറ്റായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ആരാധകർ ഒരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ പൃഥ്വിരാജ് ലൂസിഫർ എന്ന ചിത്രത്തെക്കുറിച്ച് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതിനു മുൻപ് ഇപ്പോഴിതാ പൃഥ്വിരാജ് ചിത്രം ടിയാനിൽ മോഹൻലാലിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം ഇന്ദ്രജിത്തും മുരളി ഗോപിയുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവന്ന ആദ്യ വാർത്തകളിലൊന്നും മോഹൻലാലേ ഉണ്ടായിരുന്നില്ല. നടനായിട്ടല്ല മോഹൻലാല് ചിത്രത്തിലെത്തുക, പകരം മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യമായിരിക്കും ചിത്രത്തിൽ ഉണ്ടാകുക. ചിത്രത്തിന്റെ തുടക്കത്തിലെ നറേഷൻ മോഹൻലാലിന്റെ ശബ്ദത്തിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മഞ്ജു വാര്യർ നായികയായി എത്തിയ സൈറ ഭാനു എന്ന ചിത്രത്തിലും തുടക്കം നറേഷൻ അവതരിപ്പിച്ച മോഹൻലാലിന്റെ ശബ്ദത്തിൽ തന്നെയായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന് തിരക്കഥ ഒരുക്കുന്നതും മുരളി ഗോപിയാണ്. പെരുന്നാൾ റിലീസായിട്ടാണ് ടിയാൻ ജൂൺ 29 തിയേറ്ററിലെത്തുന്നത്. ഉത്തരേന്ത്യയിൽ നടന്ന ജാതി കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള സിനിമയ്ക്ക് വേണ്ടി ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞൊരു നടൻ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഡൗൺ ടു എർത്താണ്, പിന്നെ ഭയങ്കര ചാലഞ്ചിങ് ആണ്, എന്തും ചെയ്യാൻ റെഡിയാണ്. അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അത് ആ സമയം കൊണ്ട് പഠിച്ചെടുത്ത് ചെയ്യും. നമ്മളൊരു ട്രക്ക് സ്കിഡ് അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കും മാസ്റ്റർ, ഞാൻ തന്നെ ചെയ്യാന്നുള്ള ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ മമ്മൂക്കയും ദുൽഖർ എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിയുടെ കാര്യത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർ കിങ്സ് ആണല്ലോ.